Good morning. Today we are going to discuss about the factors influencing the velocity of enzyme action. Enzyme actionൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റീനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. The measurement of the velocity or rate of enzyme action is known as turnover number or kinetic constant. വെലോസിറ്റി അല്ലെങ്കിൽ റേറ്റ് ഓഫ് എൻസൈം ആക്ഷൻ അല്ലെങ്കിൽ സ്പീഡ് ഓഫ് എൻസൈം ആക്ഷൻ്റെ മെഷർമെൻറ്റിനെയാണ് നമ്മൾ ടേൺ ഓവർ നമ്പർ ഓർ കൈനറ്റിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ കെ വെച്ചാണ്. It denotes the number of substrate molecules transformed into product molecules by a single enzyme molecule in 1 minute. Actually, ടേൺ ഓവർ നമ്പർ അല്ലെങ്കിൽ കൈനറ്റിക് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ്, അതായത് നമ്പർ ഓഫ് സബ്സ്ട്രേറ്റ് മോളിക്യൂൾസിനെ പ്രോഡക്റ്റ് മോളിക്യൂൾസ് ആക്കി മാറ്റി ഒരു സിംഗിൾ എൻസൈം ഒരു മിനിറ്റിനുള്ളിൽ, അതിനെയാണ് നമ്മൾ ടേൺ ഓവർ നമ്പർ അല്ലെങ്കിൽ കൈനറ്റിക് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഡിനോട്ട്സ് ദ നമ്പർ ഓഫ് സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു പ്രോഡക്റ്റ് മോളിക്യൂൾസ്, എത്ര സബ്സ്ട്രേറ്റ് മോളിക്യൂൾസിനെ പ്രോഡക്റ്റ് മോളിക്യൂൾസ് ആക്കി മാറ്റി ഒരു സിംഗിൾ എൻസൈം മോളിക്യൂൾ 1 മിനിറ്റിനകത്ത്. Quite a number of factors influence the turnover number or the efficiency or velocity of enzyme action. പല ഫാക്ടേഴ്സും ഈ ടേൺ ഓവർ നമ്പർ അല്ലെങ്കിൽ എഫിഷ്യൻസി അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് എൻസൈം ആക്ഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നതായിട്ടുണ്ട്. They include temperature, hydrogen ion concentration of the medium, concentration of the substrate, concentration of the enzyme, concentration of the product, action of regulators, etc. ഇനി ഏതൊക്കെ ഫാക്ടേഴ്സാണ് ഈ സ്പീഡ് ഓഫ് ദ എൻസൈം ആക്ഷനെ ഇൻഫ്ലുവൻസ് എന്നതിനുള്ള ആൻസറാണ് ടെമ്പറേച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ pH ഓഫ് ദ മീഡിയം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, എൻസൈമിൻ്റെ കോൺസെൻട്രേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ റെഗുലേറ്റേഴ്സും ആക്ച്വലി സ്പീഡ് ഓഫ് ദ എൻസൈം ആക്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് എൻസൈം ആക്ഷനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റാണ് ഇഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസ് ആർ സെൻസിറ്റീവ് ടു ചേഞ്ചസ് ഇൻ ടെമ്പറേച്ചർ. എൻസൈം കാറ്റലൈസ് ചെയ്യുന്ന റിയാക്ഷൻസ് എല്ലാം ടെമ്പറേച്ചറിലുള്ള ചേഞ്ചസിന് സെൻസിറ്റീവാണ്. യൂഷ്വലി ദ വെലോസിറ്റി ആൻഡ് റേറ്റ് ഓഫ് എൻസൈം ആക്ഷൻ ഇൻക്രീസസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദ മീഡിയം. സാധാരണഗതിയിൽ വെലോസിറ്റി അല്ലെങ്കിൽ റേറ്റ് ഓഫ് എൻസൈം ആക്ഷൻ ഇൻക്രീസ് ചെയ്യുവാണ് ടെമ്പറേച്ചർ ഒരു മീഡിയത്തിനകത്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എൻസൈം ആക്ഷൻ്റെ റേറ്റും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. This is because rise in temperature increases the average kinetic energy and the reaction velocity of the enzyme molecules. ഇതിന് കാരണം പറയുന്നത് ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ ആവറേജ് ആയിട്ടുള്ള കൈനറ്റിക് എനർജി അവിടെ റൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ റിയാക്ഷൻ വെലോസിറ്റി, എൻസൈം മോളിക്യൂൾസിൻ്റെ റിയാക്ഷൻ വെലോസിറ്റി അല്ലെങ്കിൽ റിയാക്ഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നതെന്നാണ് പറയാറുള്ളത്. The temperature at which the rate of enzyme action is maximal is called optimum temperature. ഏത് ടെമ്പറേച്ചറിലാണ് എൻസൈം ആക്ഷൻ മാക്സിമം ആവുന്നത് അതിനെയാണ് നമ്മൾ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ് ടു ദ ഒപ്റ്റിമം ടെമ്പറേച്ചർ ദ റേറ്റ് ഓഫ് എൻസൈം ആക്ഷൻ യൂഷ്വലി ഡബിൾസ് വിത്ത് എവറി 10 ഡിഗ്രി സെൽഷ്യസ് ഇൻ ടെമ്പറേച്ചർ. ഒപ്റ്റിമം ടെമ്പറേച്ചർ വരെ എൻസൈം ആക്ഷൻ സാധാരണയായിട്ട് ഡബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് കൂടുമ്പോഴും എൻസൈമിൻ്റെ ആക്ഷൻ ഡബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത് ഒപ്റ്റിമൽ ടെമ്പറേച്ചർ എത്തുന്നവരെ. ഒപ്റ്റിമൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എൻസൈം ആക്ഷൻ മാക്സിമം ആവുന്ന ഏത് ടെമ്പറേച്ചറാണോ അതിനെയാണ് നമ്മൾ ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഒപ്റ്റിമം ടെമ്പറേച്ചറിൽ എത്തുന്നത് വരെ റേറ്റ് ഓഫ് എൻസൈം ആക്ഷൻ ഡബിൾ ചെയ്യുകയാണ് ചെയ്യുന്നത് ഓരോ 10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോഴും. ബട്ട് ബിയോണ്ട് ദ ഒപ്റ്റിമം ലിമിറ്റ് ഇറ്റ് ഡ്രോപ്സ് ടു 0. ഒപ്റ്റിമൽ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ 0യിലോട്ട് ഡ്രോപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ദ ഒപ്റ്റിമൽ ടെമ്പറേച്ചർ റേഞ്ച് ഫോർ ആനിമൽ എൻസൈംസ് ഇസ് ബിറ്റ്വീൻ 20 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 45 ഡിഗ്രി സെൽഷ്യസ്. ആനിമൽ എൻസൈംസിൻ്റെ ഒപ്റ്റിമൽ ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറഞ്ഞാൽ 20 ഡിഗ്രി സെൽഷ്യസും 40 to 45 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്ലാൻ എൻസൈംസിൻ്റെ ആണെങ്കിൽ ഇറ്റ് ഇസ് ബിറ്റ്വീൻ 40 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 60 ഡിഗ്രി സെൽഷ്യസ്. പ്ലാനിലെ എൻസൈംസ് ആണെങ്കിൽ 40 ഡിഗ്രി ടു 60 ഡിഗ്രി സെൽഷ്യസ് ആണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. എക്സ്ട്രീം ടെമ്പറേച്ചർ ബിയോണ്ട് ദിസ് വിൽ ഇനാക്ടിവേറ്റ് ഓർ ഡിസ്ട്രോയ് ദ എൻസൈം. ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ളൊരു ടെമ്പറേച്ചർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻസൈംസിനെ ഡിസ്ട്രോയ് ചെയ്യുകയോ ഇനാക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. Certain animal enzymes are denatured at temperatures around 40 degrees Celsius, but most others are denatured around 50 degrees Celsius. മിക്ക ആനിമൽ എൻസൈംസും ഡീനാച്ചുർ ചെയ്യുന്നത് 40 ഡിഗ്രി സെൽഷ്യസിലാണ്. പക്ഷേ ചിലത് മോസ്റ്റ് അതേഴ്സ് ആർ ഡീനാച്ചുർഡ് അബോവ് 50 ഡിഗ്രി സെൽഷ്യസ്. ചിലത് 50 ഡിഗ്രി സെൽഷ്യസിൻ്റെ എത്തുമ്പോഴും ഡീനാച്ചുർ ചെയ്യാറുണ്ട്.
എക്സ്ട്രീംലി ലോ ടെമ്പറേച്ചർ ഓൾസോ ഇസ് ഡിസ്ട്രക്റ്റീവ് ടു ദ എൻസൈംസ്. എക്സ്ട്രീംലി ലോ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണെങ്കിൽ അതും എൻസൈംസിന് ഡിസ്ട്രക്റ്റീവ് ആണ്. A number of enzymes are inactivated on cooling and are destroyed at temperatures close to 0 degree Celsius. കുറേ അധികം എൻസൈംസ് തന്നെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനാക്റ്റീവായി പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 0 ഡിഗ്രി സെൽഷ്യസിൻ്റെ അടുത്തെത്തുമ്പോൾ തന്നെ ആ എൻസൈംസ് എല്ലാം ഡിസ്ട്രോയ് ചെയ്ത് പോവുകയാണ് ചെയ്യാറുള്ളത്. ഈവൻ ദോ മോസ്റ്റ് എൻസൈംസ് ആർ തെർമോലയബിൾ, സം ആർ തെർമോസ്റ്റേബിൾ. മിക്ക എൻസൈംസും തെർമോലയബിൾ ആണ് എങ്കിലും, അതായത് ഹീറ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതാണ് എങ്കിലും ചില എൻസൈംസ് തെർമോസ്റ്റേബിൾ ആണ്. അതിന് എക്സാമ്പിളാണ് അഡനൈലേറ്റ് കൈനേസ്. അഡനൈലേറ്റ് കൈനേസ് ഇസ് ആൻ എക്സാമ്പിൾ. ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഷോർട്ട് ടേം എക്സ്പോഷർ ടു 100 ഡിഗ്രി സെൽഷ്യസ് വിത്തൗട്ട് ലോസിങ് ഇറ്റ്സ് ആക്ടിവിറ്റി. അതിന് 100 ഡിഗ്രി സെൽഷ്യസിൽ കുറച്ച് സമയമൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി അഡനൈലേറ്റ് കൈനേസിനുണ്ട്, അതിൻ്റെ ആക്ടിവിറ്റി നഷ്ടപ്പെടാതെ തന്നെ. The enzymes of thermophilic bacteria, especially residents of hot springs, have high thermostability. They can tolerate temperatures around 100 degrees Celsius or more. ഇനി തെർമോഫിലിക് ആയിട്ടുള്ള ബാക്ടീരിയ, അതായത് ഹോട്ട് സ്പ്രിങ്സിലൊക്കെ നമ്മൾ കാണുന്ന ബാക്ടീരിയയ്ക്ക് ഹൈ തെർമോസ്റ്റെബിലിറ്റി ആണുള്ളത്. അവർക്ക് 100 ഡിഗ്രി സെൽഷ്യസോ അതിൽ കൂടുതലോ ഉള്ള ടെമ്പറേച്ചേഴ്സ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇവിടെ ഈ ഗ്രാഫ് നോക്കി, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫാണ്. ഇവിടെ റേറ്റ് ഓഫ് റിയാക്ഷൻ വേഴ്സസ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞൊരു ഗ്രാഫാണ്. ഇവിടെ നോക്കിയേ, ടെമ്പറേച്ചർ താഴെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ്. 10 ഡിഗ്രി സെൽഷ്യസ്, 20 ഡിഗ്രി സെൽഷ്യസ്, 30 ഡിഗ്രി സെൽഷ്യസ്, 40 ഡിഗ്രി സെൽഷ്യസ്. അപ്പോഴൊക്കെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നതിനനുസരിച്ച് റേറ്റ് ഓഫ് ദ എൻസൈം ആക്ഷനും റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റേറ്റ് ഓഫ് ദ എൻസൈം ആക്ഷൻ റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ് ടു ഒപ്റ്റിമം ടെമ്പറേച്ചർ. ഒപ്റ്റിമം ടെമ്പറേച്ചർ എത്തുമ്പോഴാണ് അതിന് മാക്സിമം ആയിട്ടുള്ള എൻസൈം ആക്ഷൻ കാണിക്കുന്നത്. അതിനുശേഷം ഇത് പെട്ടെന്ന് തന്നെ താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. ഫാൾ ഇൻ ടെമ്പറേച്ചർ വഴി കാറ്റലിറ്റിക്കൽ ആക്ടിവിറ്റി ലോസ് ചെയ്യും, എൻസൈംസ് ഡീനേച്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രാഫാണ്. നെക്സ്റ്റ്, ഇഫക്റ്റ് ഓഫ് ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ, അതായത് പി എച്ചിൻ്റെ ഇഫക്റ്റ് എങ്ങനെയാണ് എൻസൈംസിനകത്തുനിന്ന്. എൻസൈംസ് ആർ പോളി ഇലക്ട്രോലൈറ്റ്സ് ഓർ പോളിവാലന്റ് അയോൺസ് highly sensitive to changes in the pH of the medium. Therefore, enzyme activity is pH dependent. എൻസൈംസ് എന്ന് പറഞ്ഞാൽ പോളി ഇലക്ട്രോലൈറ്റ്സ് അല്ലെങ്കിൽ പോളി വാലൻ്റ് ആയിട്ടുള്ള അയോൺസ് ആണ്. അവർ ഹൈലി സെൻസിറ്റീവ് ആണ് മീഡിയത്തിനകത്ത് പി എച്ചിനനുസരിച്ച്. Therefore, enzyme activity എന്ന് പറഞ്ഞാൽ പി എച്ച് ഡിപ്പെൻഡൻ്റ് ആണ് എൻസൈമിൻ്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. അറ്റ് ദ സെയിം ടൈം ദ പി എച്ച് മാക്സിമം ആർ ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് എൻസൈംസ്. പല എൻസൈംസിനും പി എച്ച് മാക്സിമം അല്ലെങ്കിൽ ഒപ്റ്റിമം പി എച്ച് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. The pH of the medium determines the net charge of the amino acid residues of the enzyme, especially that of the functional groups of the active center. പി എച്ച്, മീഡിയത്തിൻ്റെ പി എച്ച് ആണ് ആക്ച്വലി അമിനോ ആസിഡുകളുടെ ചാർജസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. എൻസൈംസ് നമുക്കറിയാം, മിക്ക എൻസൈംസും പ്രോട്ടീനീഷ്യസ് ആയിട്ടുള്ള എൻസൈംസ് ആണ്. പ്രോട്ടീൻസ് ഉണ്ടാക്കുന്ന അമിനോ ആസിഡ്സ് വെച്ചിട്ടാണ്. അപ്പോൾ മീഡിയത്തിൻ്റെ പി എച്ച് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ അമിനോ ആസിഡ്സിൻ്റെ നെറ്റ് ചാർജിനകത്തും ചേഞ്ചസ് വരും. അത് എക്സ്പെഷ്യലി നമ്മുടെ ആക്റ്റീവ് സൈറ്റിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പ്സിൻ്റെ ചാർജസിനകത്ത് വ്യത്യാസം വരും. ദിസ് നെറ്റ് ചാർജ് ഇൻ ടേൺ ഫെസിലിറ്റേറ്റ്സ് എ ബൈൻഡിങ് ആൻഡ് കാറ്റലിറ്റിക്കൽ കൺവേർഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ്. ഈ നെറ്റ് ചാർജ് ആണ് ആക്ച്വലി ബൈൻഡിങ്ങും അതുപോലെ കാറ്റലിറ്റിക്കൽ കൺവേർഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റിനെയും ഫെസിലിറ്റേറ്റ് ചെയ്യണത്. The effect of pH on enzyme action is due to a combination of 3 factors, namely, ഇനി പി എച്ച് എങ്ങനെയാണ് എൻസൈം ആക്ഷനെ എഫക്റ്റ് ചെയ്യണമെന്ന് പറയുന്നത് 3 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ഓൾട്ടറേഷൻ ഓഫ് എൻസൈം സ്ട്രക്ചർ ബൈ എക്സ്ട്രീംസ് ഓഫ് പി എച്ച്. ഇറിവേഴ്സിബിൾ ആയിട്ട് എൻസൈംസിൻ്റെ സ്ട്രക്ചർ ഓൾട്ടർ ചെയ്യുകയാണ്. ആരാണ്? പി എച്ചിൻ്റെ എക്സ്ട്രീംസ്, അതായത് എക്സ്ട്രീംലി ലോ പി എച്ചും എക്സ്ട്രീംലി ഹൈ പി എച്ചിനകത്തും ഈ എൻസൈംസ് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ സ്ട്രക്ചറിൽ ചേഞ്ചസ് വരും. ആ ചേഞ്ചസ് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. നെക്സ്റ്റ് കാറ്റഗറിയാണ് ഇഫക്റ്റ് ഓൺ ദ അയണൈസേഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ് അയണൈസ് ചെയ്ത് കഴിഞ്ഞാലും പി എച്ച് എൻസൈമിന് സബ്സ്ട്രേറ്റുമായിട്ട് പോയി ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവിടെയും അത് പി എച്ച് അവിടെ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി ഇഫക്റ്റ് ഓൺ എൻസൈം സബ്സ്ട്രേറ്റ് ബൈൻഡിങ് ആൻഡ് ദ റിയാക്ടിവിറ്റി ഓൺ ദ എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിലുള്ള ബൈൻഡിങ്ങിന് ഇത് എഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ എൻസൈമിൻ്റെ റിയാക്ടിവിറ്റിയിൽ റോള് പ്ലേ ചെയ്യുന്നതും ഇഫക്റ്റ് ഓഫ് ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പി എച്ചിൻ്റെ ഇഫക്റ്റാണ്. Unfavorable changes in the pH can affect the ionic character of the amino and carboxyl group of the enzymes.
എൻസൈംസിനകത്തുള്ള അമിനോ ഗ്രൂപ്പിനെയും കാർബോക്സിൽ ഗ്രൂപ്പ്സിനെയും അയണിക് ക്യാരക്ടറിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അൺഫേവറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് പി എച്ചിൽ സംഭവിക്കുന്നത് എങ്കിൽ ദിസ് ഇൻ ടേൺ അബ്നോർമലി ഓൾട്ടേഴ്സ് ഇറ്റ്സ് കാറ്റലിറ്റിക്കൽ പവേഴ്സ്. ഇത് ഇൻ ടേൺ ഓൾട്ടർ ചെയ്യുന്ന അതിൻ്റെ കാറ്റലിറ്റിക്കൽ ആയിട്ടുള്ള പവേഴ്സിനെയാണ്, അതിൻ്റെ എൻസൈമിന് സബ്സ്ട്രേറ്റിനെ പ്രൊഡക്റ്റ് ആക്കാനുള്ള കപ്പാസിറ്റീനെയാണ് ആക്ച്വലി അൺഫേവറബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഇൻ പി എച്ച് വഴി സംഭവിക്കുന്നത്. അതായത് അൺഫേവറബിൾ ആയിട്ടുള്ള പി എച്ചിനകത്ത് വരുന്ന ചേഞ്ചസ് ഇതിൻ്റെ എൻസൈമിൻ്റെ അമിനോ ആൻഡ് കാർബോക്സിൽ ഗ്രൂപ്പിന് അയണിക് ക്യാരക്ടറിനെയാണ് അഫക്റ്റ് ചെയ്യണത്. അത് ആക്ച്വലി അതിൻ്റെ എൻസൈമിൻ്റെ കാറ്റലിറ്റിക്കൽ പവറിനെയാണ് അഫക്റ്റ് ചെയ്യണത്. ഓൾ എൻസൈംസ് ആർ മോസ്റ്റ്ലി ആക്റ്റീവ് അറ്റ് ആൻ ഒപ്റ്റിമം പി എച്ച് റേഞ്ച്. മിക്ക എൻസൈംസിനും ഒരു ഒപ്റ്റിമം പി എച്ച് റേഞ്ച് ഉണ്ട്, അതിനകത്താണ് അത് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് കാണുന്നത്. This is because at optimum pH all their functional groups attain maximum reactivity and the substrate becomes most preferred for their active groups. ഇതിന് കാരണം അവർ പറയുന്നത് ഒപ്റ്റിമം പി എച്ചിനകത്താണ് എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പ്സും അവരുടെ മാക്സിമം റിയാക്ടിവിറ്റി എത്തുന്നത്. അതുപോലെ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ് ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ഗ്രൂപ്പ്സ് പ്രിഫർ ചെയ്യുന്നതും ഈ സമയത്താണ്, ഒപ്റ്റിമം പി എച്ച് റേഞ്ചിലാണ്. Any change in the pH value to either side results in the slowing down of the enzyme action. ഒന്നല്ലെങ്കിൽ ലോ പി എച്ചിലോട്ട് മാറുക അല്ലെങ്കിൽ ഹൈ പി എച്ചിലോട്ട് പോവുക. ഏത് സൈഡിലോട്ട് മാറിയാലും ഒപ്റ്റിമം പി എച്ച് റേഞ്ചിൽ നിന്ന് എങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്ത് പോയാലും എൻസൈമിൻ്റെ ആക്ഷൻ സ്ലോ ഡൗൺ ചെയ്യുകയാണ് ചെയ്യണത്. ദ ഒപ്റ്റിമൽ പി എച്ച് വാല്യൂ ഇസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് എൻസൈംസ്. ഡിഫറെൻറ്റ് എൻസൈംസിനും ഡിഫറെൻ്റ് ആണ് ഒപ്റ്റിമൽ പി എച്ച് വാല്യൂ എന്ന് പറഞ്ഞാൽ. ഹൗവർ ഫോർ മോസ്റ്റ് സെല്ലുലാർ എൻസൈംസ് ഇറ്റ് ഇസ് ക്ലോസ് ടു ദ ന്യൂട്രൽ വാല്യൂ, ദാറ്റ് ഇസ് ദ ഫിസിയോളജിക്കൽ പി എച്ച് വാല്യൂ. പക്ഷേ മിക്ക സെല്ലുലാർ എൻസൈംസിനകത്തും 7 അല്ലെങ്കിൽ ന്യൂട്രൽ വാല്യൂവിൻ്റെ അടുത്തായിരിക്കും സെല്ലുലാർ എൻസൈംസിൻ്റെ ഒപ്റ്റിമം പി എച്ച് വാല്യൂ എന്ന് പറയുന്നത്. ആൻഡ് എക്സ്ട്രീംലി ഹൈ ഓർ ലോ പി എച്ച്, അതായത് എക്സ്ട്രീം ആൽക്കലിനിറ്റി ഓർ അസിഡിറ്റി സ്ലോസ് ഡൗൺ ഓർ സ്റ്റോപ്സ് എൻസൈം ആക്ഷൻ ഓർ ഈവൻ ഡിസ്ട്രോയ്സ് എൻസൈം. എക്സ്ട്രീംലി ഹൈയോ ലോ ആയിട്ടുള്ള പി എച്ച് ആണ് എങ്കിൽ അത് എൻസൈമിൻ്റെ ആക്ഷൻ സ്റ്റോപ്പ് ചെയ്യുകയോ സ്ലോ ഡൗൺ ചെയ്യുകയോ ചെയ്യും. ഈവൻ എൻസൈംസിനെ ഡിസ്ട്രോയ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും അതിനുണ്ട്. Strong acids or bases can irreversibly inactivate the enzymes by permanently changing their molecular conformation. സ്ട്രോങ് ആസിഡ്സിനും ബേസിസിനും ഇറിവേഴ്സിബിൾ ആയിട്ട് എൻസൈംസിനെ ഇനാക്ടിവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കാരണം അവർക്ക് പെർമനൻ്റ് ആയിട്ട് എൻസൈമിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ കൺഫർമേഷൻ ചേഞ്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈ ഡയഗ്രാം നോക്കിക്കേ, എൻസൈം ആക്ടിവിറ്റിയും പി എച്ച് ഓഫ് ദ മീഡിയം തമ്മിലുള്ള ഗ്രാഫാണ് ഈ കാണിച്ചേക്കുന്നത്. ഇതിനകത്ത് നോക്കിയേ, പി എച്ച് 4 നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് എക്സ്ട്രീംലി ലോ പി എച്ച് നമ്മൾ പറഞ്ഞു എൻസൈമിനെ ഡിസ്ട്രോയ് ചെയ്യുകയോ ഡീനേച്ചർ ചെയ്യുകയോ ചെയ്യും. അതുകൊണ്ട് 4 നിന്നാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ന്യൂട്രൽ, നമ്മൾ പറഞ്ഞു മിക്ക എൻസൈംസിനും ന്യൂട്രൽ പി എച്ച് ആയിരിക്കും ഒപ്റ്റിമം പി എച്ച് എന്ന് പറഞ്ഞാൽ. സോ 7 എത്തിക്കഴിഞ്ഞിട്ട് അത് ഒപ്റ്റിമം പി എച്ച് ആയി. അത്രയും നേരം എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലോ പി എച്ചിൽ നിന്ന് ഒരു ന്യൂട്രൽ ലെവലിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എൻസൈമാറ്റിക് ആക്ടിവിറ്റി മാക്സിമം ലെവലിലെത്തി, പിന്നെ തിരിച്ച് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യണത്. പി എച്ചിൻ്റെ ലെവൽ കൂടുന്നതിനനുസരിച്ച് വീണ്ടും അത് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യണത്. എൻസൈമിൻ്റെ ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് കാറ്റഗറിയാണ് ഇഫക്റ്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ എൻസൈം. ഇൻ അഡീഷൻ ടു ദ ഫിസിക്കൽ വേരിയബിൾസ് ടെമ്പറേച്ചർ, പി എച്ച്, ദർ ആർ 2 വേരിയബിൾസ് ഇൻ എൻസൈം ആക്ഷൻ. ടെമ്പറേച്ചറും പി എച്ചും ഒക്കെ കൂടാണ്ട് 2 വേരിയബിൾസും എൻസൈമിൻ്റെ ആക്ഷനിൽ റോള് പ്ലേ ചെയ്യേണ്ടത്. അതാണ് എൻസൈം കോൺസെൻട്രേഷനും സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും. Changes in any one or both of them can alter the rate and velocity of enzyme action. ഒന്നല്ലെങ്കിൽ എൻസൈമിൻ്റെ കോൺസെൻട്രേഷനിൽ വരുന്ന ചേഞ്ച്, അല്ലെങ്കിൽ സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷനിൽ വരുന്ന ചേഞ്ച്, അല്ലെങ്കിൽ രണ്ടെണ്ണത്തിനും ആക്ച്വലി റേറ്റ് ഓഫ് ദ എൻസൈം ആക്ഷനെ ഓൾട്ടർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ദ വെലോസിറ്റി ഓഫ് എൻസൈം ആക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻസൈം കോൺസെൻട്രേഷൻ. അല്ലെങ്കിൽ സ്പീഡ് ഓഫ് എൻസൈം ആക്ഷൻ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് എൻസൈം കോൺസെൻട്രേഷനുമായിട്ട്. പ്രൊവൈഡഡ് ദ കോൺസെൻട്രേഷൻ ഓഫ് സബ്സ്ട്രേറ്റ് ഇസ് ഹൈ. അതിന് കുറച്ച് കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട്. സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഹൈ ആണ്, എല്ലാ കണ്ടീഷൻസും ഒപ്റ്റിമലും ആണ് എങ്കിൽ എൻസൈമിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എൻസൈമിൻ്റെ കോൺസെൻട്രേഷനാണ്. ദസ് ഹയർ ദ നമ്പർ ഓഫ് എൻസൈം മോളിക്യൂൾസ്, ഫാസ്റ്റർ ദ റേറ്റ് ഓഫ് ദ എൻസൈം കാറ്റലൈസ്ഡ് ബൈ ദം, ഫാസ്റ്റർ ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ കാറ്റലൈസ്ഡ് ബൈ ദം. നമ്പർ ഓഫ് എൻസൈം മോളിക്യൂൾസ് കൂടുതലാണ് എങ്കിൽ സ്പീഡിൽ തന്നെ എൻസൈം കാറ്റലൈസ്ഡ് ആയിട്ടുള്ള റിയാക്ഷൻസും നടക്കും എന്നാണ് പറയുന്നത്. ഇഫ് ദ എൻസൈം ഇസ് ഷോർട്ട് ഇൻ സപ്ലൈ, ഇനി എൻസൈംസ് കുറച്ച് എമൗണ്ടേ ഉള്ളൂ ഡ്യൂ ടു സിന്തറ്റിക് ഡിസ്റ്റർബൻസസ് എക്സെട്ര, ദ റിയാക്ഷൻ ബിക്കംസ് വെരി സ്ലോ. അങ്ങനെയാണ് ഈ റിയാക്ഷൻ ഭയങ്കര സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. ദ സ്ലോ റേറ്റ് ഇൻ ടേൺ ബിക്കംസ് എ ലിമിറ്റിംഗ് ഫാക്ടർ ഫോർ ദ സബ്സിക്വൻറ്റ് റിയാക്ഷൻസ് ഇൻ ദ മെറ്റബോളിക് പാത്വേ. ഈ ലോ റേറ്റ് ആണ് ആക്ച്വലി ഒരു ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് സബ്സിക്വൻ്റ് ആയിട്ടുള്ള മെറ്റബോളിക് പാത്വേയിലെ റിയാക്ഷൻസിനകത്ത് ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് ആക്ട് ചെയ്യുന്ന ഈ ലോ റേറ്റിൽ വരുന്ന ഫസ്റ്റ് എൻസൈംസ് ആണ്.
ഇവിടെ നോക്കി ഇതാണ് ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. എൻസൈമിൻ്റെ കോൺസെൻട്രേഷൻ, എൻസൈമിൻ്റെ റേറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ദ എൻസൈം ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻസൈം കോൺസെൻട്രേഷൻ ആണ്. എൻസൈമിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് സ്പീഡും കൂടും, എൻസൈമാറ്റിക് റിയാക്ഷൻ്റെ സ്പീഡും കൂടും. നെക്സ്റ്റ് കാറ്റഗറിയാണ് ഇഫക്റ്റ് ഓഫ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. The velocity of enzyme action becomes directly proportional to enzyme concentration when the substrate concentration is in large excess. എൻസൈമിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു എൻസൈം കോൺസെൻട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അല്ലെങ്കിൽ റേറ്റ് ഓഫ് ദ എൻസൈം ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻസൈം കോൺസെൻട്രേഷൻ ആണ്. എൻസൈം കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് എൻസൈമിൻ്റെ ആക്ഷൻ സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കും. അതിന് 2 കണ്ടീഷൻസ് പറഞ്ഞിരുന്നു. എൻ്റെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഇസ് ഇൻ ലാർജ് എക്സസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് എല്ലാം ഒപ്റ്റിമം ആണെങ്കിൽ, ഈ 2 കണ്ടീഷൻസും ഉണ്ടെങ്കിലാണ് വെലോസിറ്റി ഓഫ് എൻസൈം ആക്ഷൻ എൻസൈമിൻ്റെ കോൺസെൻട്രേഷന് ഡിപ്പെൻഡ് ആണ്, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദ എൻസൈം ആക്ഷൻ എന്ന് പറയുന്നത് എൻസൈം കോൺസെൻട്രേഷന് ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. But when the enzyme concentration remains the same, the effect of increasing substrate concentration will be different at different stages of the reaction. പക്ഷേ എൻസൈമിൻ്റെ കോൺസെൻട്രേഷൻ സെയിം ആക്കി നമ്മൾ നിർത്തുവാണെങ്കിൽ ദ ഇഫക്റ്റ് ഓഫ് ഇൻക്രീസിങ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ, ഇൻക്രീസ് ചെയ്യുന്ന സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷനിലുള്ള അത് തരുന്ന ഇഫക്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ദ റിയാക്ഷനകത്ത്. പല സ്റ്റേജസ് ഓഫ് റിയാക്ഷനകത്ത് സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ഇഫക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനുള്ള എഫക്റ്റ് കരുതുന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് റിയാക്ഷനകത്ത്. ഇൻ സച്ച് എ സ്റ്റേജ് ദ റിയാക്ഷൻ വിൽ ബി ഡൈഫേസിക്. അങ്ങനെയുള്ള റിയാക്ഷൻസ് നമ്മൾ ഡൈഫേസിക് റിയാക്ഷൻസ് എന്നാണ് പറയുന്നത്. ഇനീഷ്യലി വെൻ ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഇസ് ലോ, ഇനീഷ്യൽ കണ്ടീഷൻസിനകത്ത് സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ ലോ ആണ് എങ്കിൽ ദ റേറ്റ് ആൻഡ് വെലോസിറ്റി ഓഫ് ദ എൻസൈം ആക്ഷൻ വിൽ ബി വെരി ലോ. എൻസൈം സ്പീഡ് അല്ലെങ്കിൽ എൻസൈമാറ്റിക് ആക്ഷൻ നടക്കുന്നതിൻ്റെ സ്പീഡും ഭയങ്കര കുറവായിരിക്കും സബ്സ്ട്രേറ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണെങ്കിൽ. ദിസ് ഇസ് ബിക്കോസ് ആക്റ്റീവ് സെൻറ്റേഴ്സ് ഓഫ് ഓൾ ദി എൻസൈം മോളിക്യൂൾസ് വിൽ നോട്ട് ബി സാച്ചുറേറ്റഡ് വിത്ത് സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ്. ഇന്ന് അവർ കാരണം പറയുന്ന എൻസൈമിൻ്റെ ആക്റ്റീവ് സെൻറ്റർ, എല്ലാ എൻസൈമിൻ്റെയും എല്ലാ ആക്റ്റീവ് സെൻറ്ററിനകത്ത് സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ് വന്നിട്ടുണ്ടാവില്ല. കാരണം സബ്സ്ട്രേറ്റിൻ്റെ എമൗണ്ട് കുറവാണ്. സോ കുറേയൊക്കെ അൺസാച്ചുറേറ്റഡ് ആയിരിക്കും, അതായത് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യാതെ ആയിരിക്കും ഇരിക്കുന്നത്. A steady increase in the substrate concentration correspondingly accelerates a K1 and K3 of the forward reaction and thereby enhances the rate and velocity of enzyme action. ഒരു സ്റ്റഡി ഇൻക്രീസ് നമ്മൾ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനിൽ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ K1നെയും K3യുടെയും അതായത് ഫോർവേഡ് റിയാക്ഷൻസ് രണ്ടെണ്ണത്തിനെയും പെട്ടെന്ന് തന്നെ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. അതുവഴി സ്പീഡ് ഓഫ് ദ എൻസൈം ആക്ഷൻ എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും. ദിസ് റെപ്രസെൻറ്റ്സ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് ദ റിയാക്ഷൻ. ഇതാണ് റിയാക്ഷൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. അറ്റ് ദിസ് സ്റ്റേജ് ദ റേറ്റ് ഓഫ് എൻസൈം ആക്ഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ. ഈ സ്റ്റേജിനകത്ത് എൻസൈം ആക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ്റെ റേറ്റുമായിട്ട്. ദിസ് ഇസ് നോൾഡ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ഓർ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. ദിസ് കണ്ടിന്യൂസ് അൺടിൽ ഓൾ ദ എൻസൈം മോളിക്യൂൾസ് ഗെറ്റ് സാച്ചുറേറ്റഡ് വിത്ത് സബ്സ്ട്രേറ്റ്. ഇത് കണ്ടിന്യൂ ചെയ്യും എല്ലാ എൻസൈം മോളിക്യൂൾസും സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുന്നവരെ. അറ്റ് ദിസ് സ്റ്റേജ് ദ റേറ്റ് ഓഫ് K3 ആൻഡ് ദ വെലോസിറ്റി ഓഫ് എൻസൈം ആക്ഷൻ ആർ ലിമിറ്റിംഗ് ഓർ മാക്സിമൽ. ഈ സ്റ്റേജിനകത്ത് K3യുടെ റിയാക്ഷൻ, അതായത് എൻസൈംസ് പ്രോഡക്റ്റ് കോംപ്ലക്സ് ഫോം ചെയ്തിട്ട് എൻസൈമും പ്രോഡക്റ്റുമായിട്ട് മാറുന്ന ആ റിയാക്ഷനും അല്ലെങ്കിൽ ആ വെലോസിറ്റി ഓഫ് എൻസൈം ആക്ഷൻ എന്ന് പറയുന്നത് ലിമിറ്റിംഗ് അല്ലെങ്കിൽ മാക്സിമം ആയിരിക്കും. ഈ സ്റ്റേജിനെയാണ് നമ്മൾ Vmax അല്ലെങ്കിൽ മാക്സിമൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അതായത് ഇവിടെ K3 റിയാക്ഷനെയും അതുപോലെ സ്പീഡ് ഓഫ് ദ എൻസൈം ആക്ഷൻ എന്ന് പറയുന്ന മാക്സിമം ആവുന്നതിനെയാണ് നമ്മൾ Vmax എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് എ സെക്കൻഡ് ഫേസ് ഓഫ് ദ റിയാക്ഷൻ. അറ്റ് ദിസ് സ്റ്റേജ് ദ വെലോസിറ്റി ഓഫ് ദ റിയാക്ഷൻ ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ബട്ട് പ്രൊപ്പോർഷണൽ ടു എൻസൈം കോൺസെൻട്രേഷൻ. ഈ സ്റ്റേജിനകത്ത് സ്പീഡ് ഓഫ് ദ റിയാക്ഷൻ ആക്ച്വലി ഇൻഡിപെൻഡൻ്റ് ആണ്, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനെ അല്ല ഡിപ്പെൻഡ് ചെയ്യണത്, ബട്ട് എൻസൈം കോൺസെൻട്രേഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യണത്. സോ ദ ഫോർമേഷൻ ആൻഡ് ഡിസോസിയേഷൻ ഓഫ് ദ എൻസൈം product complex takes place at maximum velocity in dynamic equilibrium. എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, അത് ഡിസോസിയേറ്റ് ചെയ്യുന്നു, എൻസൈമും പ്രോഡക്റ്റുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നു, മാക്സിമം വെലോസിറ്റിയിലാണ് നടക്കുന്നത്. എനി ഫർദർ ഇൻക്രീസ് ഇൻ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ വിൽ ഹാവ് നോ ഇഫക്റ്റ് ഓൺ ദ വെലോസിറ്റി ഓഫ് എൻസൈം ആക്ഷൻ. ഇനി എത്ര നമ്മൾ സബ്സ്ട്രേറ്റിൻ്റെ എമൗണ്ട് കൂട്ടി കൊടുത്താലും അതിന് എൻസൈമിൻ്റെ സ്പീഡിനെ
വലിയ കാര്യമായിട്ട് അഫക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സീറോ ഓർഡർ കൈനറ്റിക്സ് അല്ലെങ്കിൽ സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയും. Thus, for optimal substrate concentration, optimal level of substrate concentration ആക്ട് ചെയ്യണമെങ്കിൽ the velocity of the enzyme action exists in the steady state free from substrate concentration. enzyme actionൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റിൽ തന്നെ ഇരിക്കണം, which is free from substrate concentration. substrate concentration ഫ്രീ ആയിട്ടുള്ള സ്റ്റഡി സ്റ്റേറ്റിൽ തന്നെ ഇരിക്കണം ഒപ്റ്റിമം സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആണ് എങ്കിൽ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് എൻസൈം ആക്ഷൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.